ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, മോളീസ് ഗാർഡൻ കണ്ടിട്ട് കുറേ ദിവസമായെന്ന് കുറച്ച് പേര് എന്നോട് പരാതി പറഞ്ഞു. അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു. അയ്യോ മഴയൊക്കെ ഉണ്ട് കേട്ടോ, മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റ് സമയത്താണ് വന്നത്. ഇത് നോക്കൂ, പച്ചമുളകൊക്കെ കാര്യമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പുതിയ ക്യൂട്ട് പട്ടി ഫ്രം ദി ചന്ത, കാട്ടാക്കട ചന്ത. ഇത് നോക്കിയേ, പച്ചമുളക്, ഇത് കാരിമുളക് നിറച്ച് കായ്ക്കുന്നുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് പറിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. ആവശ്യത്തിന് വന്ന് പറിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ നിന്ന് കുറേ സാധനങ്ങൾ താവോട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല വിളഞ്ഞ് നിൽക്കുന്ന നോക്കി എടുക്കാം. ആവശ്യാനുസരണം പറിച്ചാൽ മതിയല്ലോ, നമ്മുടെ കാര്യങ്ങൾ നടക്കണം. കുറേ പഴുത്തു പോയി കേട്ടോ, ഇടയ്ക്ക് പറിക്കാണ്ട്. അതൊക്കെ ഉണക്കി വറ്റൽമുളക് ആക്കാനേ പറ്റുള്ളൂ. ഇത് വേറെ ടൈപ്പ്. ഇത് ആവശ്യത്തിന് നമുക്ക് പറിക്കാം ഇടയ്ക്കിടയ്ക്ക് വന്ന്. പിന്നെ കത്തിരിക്ക, ഈ വഴുതനങ്ങ ഒക്കെ ഇതിപ്പോൾ ഇച്ചിരി കുറച്ച് വലുതായിപ്പോയി. ഇതൊക്കെ ഇനി വിത്തിന് വെച്ചിരിക്കുവാണ്, 1-2 എണ്ണം. ഇടയ്ക്കിടയ്ക്ക് കുറ്റിപ്പയർ കിട്ടുന്നുണ്ടായിരുന്നു, അത് പറിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ ഇതിപ്പോൾ കുറച്ച് മുറ്റി നിൽക്കുകയാണ്. ഇതിൻ്റെ നല്ല ചെറിയ ടെൻഡർ കിട്ടുന്ന സമയത്ത് കുറച്ച് വീട്ടിൽ തോരനൊക്കെ നമ്മൾ വെക്കുന്നുണ്ടായിരുന്നു. ഇൻ ബിറ്റ്വീൻ കത്തിരിക്ക, വഴുതനങ്ങ എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു, മെഴുക്ക് വരട്ടി എല്ലാം ഉണ്ടാക്കാൻ. കുറേ കാര്യം ചീര ഏതാണ്ട് ഓൾമോസ്റ്റ് മുഴുവൻ തീർത്തായിരുന്നു. അപ്പോൾ പച്ചമുളകൊക്കെ ആവശ്യത്തിന് വന്ന് എടുത്തിട്ട് പോകും. കംപ്ലീറ്റ് എക്സോസ്റ്റ് ചെയ്യില്ല, ആവശ്യാനുസരണം വന്ന് പറിക്കുള്ളൂ. നല്ല എരിവുള്ള മുളക് അത്യാവശ്യം, ഫ്രഷായിട്ട്, വിത്തൗട്ട് എനി കീടനാശിനി ഒന്നുമില്ല. അപ്പോൾ ഓർഗാനിക് അല്ലേ. പിന്നെ ഇഷ്ടംപോലെ കോവയ്ക്കൊക്കെ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പറിച്ചുകൊണ്ടിരിക്കും. ഇത് നോക്കൂ, ഇവിടെയാണ് ഇപ്പോൾ പ്രശ്നം. ഇത് കംപ്ലീറ്റ് കാട് പോലെയായി, നമ്മുടെ പനിക്കൂർക്ക. ഷോ, ഇതെന്താ, ഇതിൻ്റെ ഇടയ്ക്ക് വല്ല ചെറിയ ഇഴജന്തുക്കൾ കയറിയിരുന്നാലും നമ്മളറിയില്ല, അത്രയ്ക്ക് വലിയ കാടായി കഴിഞ്ഞു. ഇതിനെ ഒതുക്കേണ്ട സമയം, കുറേ വെട്ടിക്കളയണം. ഇത് ഇപ്പോൾ പുതിയ ചീര കേട്ടോ, വർഷച്ചീര. അത് വീണ്ടും നട്ടിരിക്കുന്നു. വർഷച്ചീര ഇങ്ങനെ കുറച്ച് ആയി, വേണമെങ്കിൽ എടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിയട്ടെ, ഒരു 2-3-4 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം. ഇത് മുറിച്ചിട്ടാൽ പിന്നെയും വന്നുകൊണ്ടിരിക്കും. അതാണ് വർഷച്ചീര എന്ന് പറയുന്നത്. ചന്തയിൽ നിന്ന് കൊണ്ടുവന്നത് നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്, രമ്പയില. ഈ ചട്ടിയിലാണ് ഇപ്പോൾ തൽക്കാലം വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ ടൊമാറ്റോ എല്ലാം ഇവിടെ നട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ ശരിയായി വന്നാൽ മാത്രമേ വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. പുതിന അത്യാവശ്യം നന്നായി വളർന്ന് നിന്നതാണ്, ഇപ്പോൾ കുറച്ച് കുറവുണ്ട് ഇതിൻ്റെ ഗ്രോത്ത്. എന്ത് പറ്റിയെന്നറിയില്ല. കറിവേപ്പില കൊണ്ടയായിട്ട് ഒടിച്ചെടുത്താലേ പിന്നെയും വളരുള്ളൂ. തൽക്കാലം എടുക്കാം, ഇപ്പോൾ ഇന്നത്തെ ആവശ്യത്തിന് എടുക്കാം. പിന്നെ അതെ, ഈ ചീരയൊക്കെ ആവശ്യം പോലെ ഉണ്ട്, പടർന്ന് നിൽക്കുന്നുണ്ടോ. ഇതൊക്കെ ആവശ്യാനുസരണം പറിക്കാറുണ്ട്. ഇത് അമരക്കയുടെ ഇതായിരുന്നു, കുറച്ച് വാടിയിരിക്കുന്നത്. അത് പറിച്ചതിന് ശേഷം കുറച്ച് അമരക്ക പറിച്ചിരുന്നു. ഇതൊക്കെ പയറാട്ടോ, പയർ ആവശ്യത്തിന് പറിക്കുന്നുണ്ട്. കായെല്ലാം തീർന്നു ഏതാണ്ട്. വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് മെഴുക്കുവരട്ടിയായി മാറിക്കഴിഞ്ഞു. ചീരച്ചേമ്പാണ്, ചീരച്ചേമ്പിൽ നിന്നും കുറച്ചെടുത്ത് തോരൻ വയ്ക്കാം. ഇന്നിപ്പോൾ അതിൽ നിന്നും കുറച്ച് പറിക്കാം. ചീരച്ചേമ്പിനെ എടുക്കാം. അടുത്ത കളക്ഷനിലേക്ക് കയറ്റാം. അപ്പോൾ ഇതൊക്കെയാണ് കറണ്ട് വിശേഷങ്ങൾ. ഇനി കുറച്ച് കായൊക്കെ വരാനുണ്ട് കേട്ടോ, വരുമ്പോൾ ഞാൻ വീണ്ടും വരാം. മൈസൂർ ചീരയൊക്കെ വാടി നിൽക്കുന്നു, എന്ത് പറ്റിയെന്നറിയില്ല. മഴയൊക്കെ ഉണ്ട്, എന്നാലും സംതിങ് റോങ്. അതിനെന്തോ ഒരു ക്ഷീണം പോലെ. ഓക്കെ, ടുഡേയ്സ് കളക്ഷനുമായിട്ട് താഴേക്ക് പോകുന്നു. നമ്മുടെ കൊച്ചടുക്കളയിലേക്ക് ഒരു ലഞ്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. മഴ ആയതുകൊണ്ട് ഇങ്ങനെ മൂടിക്കെട്ടി കിടക്കുകയാണ്. എനി ടൈം മഴ പെയ്യാം. മഴ വരുന്നു, മഴ പോകുന്നു, മഴ വരുന്നു, മഴ പോകുന്നു. അതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. അങ്ങനെ കൊച്ചടുക്കളയിലെത്തി. ചീരച്ചേമ്പ് കൊണ്ടുവന്നു. പിന്നെ നമ്മൾ കാട്ടാക്കട ചന്തയിൽ നിന്ന് വാങ്ങിയ കുറച്ച് കാര്യങ്ങളുണ്ട്. പുളിശ്ശേരി മാങ്ങ വാങ്ങിയതുണ്ട്. പിന്നെന്താ, പിന്നെ ഞാൻ വിചാരിച്ചു കപ്പ അതായത് മരിച്ചീനി വെച്ചിട്ടൊരു എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പുളിശ്ശേരി മാങ്ങ സാധാരണ ഗതിയിൽ എന്താ ചെയ്യുക, ഈ പുളിശ്ശേരി മാങ്ങയുടെ കൂടെ കുറച്ച് എക്സ്ട്രാ വേറെ മാങ്ങയൊന്നും കൂടെ 2-3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുത് നോക്കി, അല്ലെങ്കിൽ തികയില്ല. കുറച്ച് 1-2 എണ്ണമൊക്കെ തീരെ ചെറുതാണ്. ഓക്കെ, സാധാരണ പുളിശ്ശേരി മാമ്പഴം ഉണ്ടാക്കണ പുളിശ്ശേരി മാമ്പഴം പുളിശ്ശേരിക്കാണല്ലോ ഉപയോഗിക്കുന്നത്, മാമ്പഴ പുളിശ്ശേരി. പക്ഷെ ഞാനതൊന്ന് വ്യത്യസ്തമായിട്ട്, നമ്മളെപ്പോഴും ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കിയതല്ലേ, അത് മാത്രമല്ല ഇവിടെ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. ചേഞ്ചിന് മാമ്പഴ രസം ഉണ്ടാക്കാമെന്ന് വെച്ചു. പുളിശ്ശേരി മാങ്ങ കൊണ്ട് മാമ്പഴം രസം, കപ്പ എരിശ്ശേരി. പിന്നെ എന്താ ചെയ്യണം, തെരച്ചി മീൻ വെച്ചിട്ട് ഒരു വറുത്തരച്ച തീയൽ പോലെ ചെയ്യാം. ഓക്കെ, അകത്തൊക്കെയാണ്. പിന്നെ ഒരു തോരന് വേണ്ടിയിട്ടൊരു പച്ച എന്തെങ്കിലും വേണമല്ലോ, ഗ്രീൻ, നമ്മുടെ സ്വന്തം
ചീരച്ചേമ്പുണ്ട്, അതും കൂടെ അരിഞ്ഞെടുക്കട്ടെ. തേങ്ങയൊക്കെ ചിരകി എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. കപ്പയൊക്കെ ഒന്ന് തോടൊക്കെ കളഞ്ഞ് ചെറുതായി കുത്തി വയ്ക്കും. നമ്മൾ നെരിശ്ശേരിയാണ് പ്ലാൻ ചെയ്യുന്നത്. നന്നായിട്ട് വേഗണം. ഇത് നല്ല വേകുന്ന കപ്പയാണ്, ഇത് വയലിലെ കപ്പയാണ്. ക്ലീൻ, പെട്ടെന്ന് വേഗം എന്നാണ് തന്നാൾ പറഞ്ഞു. ഒന്ന് തിളച്ചാൽ മതി വേഗമെന്ന്. നോക്കാം. ഒരു തിള വരുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം മാറ്റണം. വീണ്ടും ഫ്രഷ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം, അല്ലെങ്കിൽ ചെറിയ കയ്പുണ്ടാകും. ഈ സൈസിലുള്ള കപ്പ 2 എണ്ണമാണ് ഞാൻ എടുത്തത്. ഒരെണ്ണം കട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി അടുത്തത് കട്ട് ചെയ്യാം. ഇങ്ങനെ ചീകി അരിഞ്ഞാൽ നല്ലതാണ്. സാധാരണ നമ്മൾ ചിലപ്പോഴൊക്കെ കപ്പ വേവിക്കുമ്പോൾ ഇങ്ങനെ ചീകി ചെയ്യാറുണ്ട്. പക്ഷേ ഇതങ്ങനെ നിർബന്ധമില്ല, പറ്റുന്ന പോലെയൊക്കെ ചെയ്താൽ മതി. നന്നായിട്ട് വേകണം. എന്തായാലും ചെറുതായിട്ട് കൊത്തിയിട്ടാലും മതി. എരിശ്ശേരിയാണല്ലോ ഉദ്ദേശിക്കുന്നത്. ചെറിയ ചെറിയ കൊത്തിട്ടിട്ട് ഇട്ടാലും മതി. ഇങ്ങനെ നമ്മൾ ചീകി അരിയുന്നത് സാധാരണയായിട്ട് അധികം വേകാത്ത കപ്പയാണ്. അതിങ്ങനെ തോരൻ പോലെ ഇരിക്കും, എന്താ പറയുക, തോർന്ന് കിട്ടും. അതങ്ങനെ ഭയങ്കരമായിട്ട് കുഴഞ്ഞു വരില്ല. അങ്ങനത്തെ നമ്മൾ ചീകി ഉണ്ടാക്കുന്നത്. കോലിയക്കോടൊക്കെ അങ്ങനെ ചെയ്യുന്നത് അച്ഛൻ്റെ നാട്ടിൽ. എൻ്റെ അച്ഛന് ഏറ്റവും ഇഷ്ടം അങ്ങനത്തെ മരിച്ചീനിയാണ്, അധികം വേകാത്ത ടൈപ്പ്. പക്ഷേ എനിക്ക് രണ്ടും ഇഷ്ടമാണ്. അതും എനിക്കിഷ്ടമാണ്, എനിക്ക് വെന്ത് കുഴയുന്നതും ഇഷ്ടമാണ്. ഇതിപ്പോൾ എങ്ങനെ മുറിച്ചിട്ടാലും വേഗം വെന്ത് കുഴയും, അതുകൊണ്ട് പ്രശ്നമില്ല. മാമ്പഴം ക്ലീൻ ചെയ്ത് വന്നപ്പോൾ അത്രയും കേട്. നല്ല ചുവപ്പ് നാട്ടുമാങ്ങ. എങ്ങനെ കുറച്ച് കിട്ടിയത് ഇത്രയേ ഉള്ളൂ. ബാക്കി ഞാൻ അല്ലാത്ത മാങ്ങയും കൂടി ചേർക്കാൻ പോവാണ്, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. ഈ നാട്ടുമാങ്ങ എന്നൊക്കെ പറയുന്നതേ പുളിശ്ശേരി മാങ്ങ മൂളിൽ നിന്ന് താഴെ വീഴുന്നതാണ്. അപ്പോൾ തല്ലിയാണ് വീഴുന്നത്. അപ്പോൾ അതിൽ കുറച്ച് കംപ്ലൈൻറ്റൊക്കെ വരും. എന്നാലും ഇത് കുറച്ച് കടുത്തു പോയി. വേറൊരു ടൈപ്പ് മാങ്ങ ഉണ്ടായിരുന്നു, അതൊന്നും കൂടെ എടുക്കാം. എന്താല്ലേ നമ്മൾ വിചാരിക്കുന്നതൊന്ന് കിട്ടുന്ന വേഗം. സ്കിൻ മാറ്റി ഇങ്ങനെ നോക്കിയെടുക്കാം. ഇതാണ് നമ്മുടെ രസത്തിൻ്റെ പ്രധാന കൂട്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളകും, പിന്നെ ഒരു 5 വെളുത്തുള്ളി വലുത്, ഒരു 6 വലുതും ചെറുതുമായിട്ട് ഒരു 6 കൊച്ചുള്ളി, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇനി 1 കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് എഴുതി നോക്കിക്കോളൂ. ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി, അത് കുതിരാനായിട്ട് ഇടാം. ഈ പുളി വെള്ളവും നമ്മൾ ഉപയോഗിക്കും. ചതയ്ക്കാം. അപ്പോൾ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ രസം തയ്യാറാക്കാനായിട്ടുള്ള എല്ലാ പരിപാടിയായി. അപ്പോൾ നമ്മുടെ ഓരോരോ ഐറ്റമായിട്ട് ഉണ്ടാക്കി തുടങ്ങാം. കുറേ കാര്യങ്ങളൊക്കെ പ്രീ കുക്കിംഗ് എന്ന് പറയുന്നതാണ്. കപ്പ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ചത് അടുപ്പ് കയറ്റി വെച്ചിരിക്കുന്നു. അടുപ്പ് കത്തിച്ചിട്ടില്ല. ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ കൽച്ചട്ടിയിൽ മാമ്പഴം കൊണ്ടുള്ള മാമ്പഴ രസം ഉണ്ടാക്കാനായിട്ട് വെള്ളം എടുത്ത് വെച്ചു. പുളി വെള്ളത്തിലിട്ട് വെച്ചു. ചതയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചതച്ചു. മാങ്ങ സെറ്റ്. ഓക്കെ, ഇത് പഞ്ചവർണ്ണ മാങ്ങയും കൂടെയാണ് മിക്സ് കിട്ടുക. നല്ല മധുരമാണെന്ന് പറഞ്ഞത്. നല്ല മധുരമുണ്ട്. പിന്നെ നമ്മുടെ നാടൻ മാങ്ങയുണ്ട് കുറച്ച്. ഓക്കെ, അടുപ്പ് കത്തിച്ചിട്ട് തുടങ്ങാം. ഇപ്പുറത്തെ അടുപ്പും കൂടി കത്തിച്ച് കൊടുക്കാം. കപ്പ ഒരു സൈഡിലിരുന്ന് വേകട്ടെ. അതൊന്ന് തിള വരാറാകുമ്പോൾ വെള്ളം മാറ്റണം. അത് കഴിഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഏതാണ്ട് തിളയ്ക്കാറായി. മാങ്ങ ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിരുന്നു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. പൊടി എത്തിയിട്ടുണ്ട്. നമ്മുടെ പൊന്നി ഇച്ചിരി ഉപ്പ് ചേർക്കാം. കാണിച്ചു തരാം മക്കളെ. ഓക്കെ, ഇനി ഇതിലേക്ക് ചതച്ച മസാല ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വെള്ളം ഇച്ചിരി ഒന്ന് ഒരു തിളയൊക്കെ വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എൻ്റെ പുടു എത്തിയത് എൻ്റെ ബൈക്ക് ഊരിയെടുത്തു.
ഇതിൻ്റെ കുടുമി ഇട്ടിരിക്കുന്നു, ബാക്കിലും ഫ്രണ്ടിലും കുടുമി വെച്ചിരിക്കുക. മേലൊക്കെ കഴുകിയിട്ട് കുഞ്ഞിന് ജലദോഷവും പനിയൊക്കെ വീട്ടിൽ റെസ്റ്റാണല്ലോ. പിന്നെ സുഖമില്ലാതിരിക്കുക എൻ്റെ ബേബിക്ക്. എന്നാലും കിച്ചണിൽ ഞാൻ ഒളിച്ചാണ് കിടന്നത്. കണ്ടുപിടിച്ചു ഒന്നും കണ്ടുപിടിച്ചു. എൻ്റെ ഇത് രസം, മാമ്പഴം. അപ്പോൾ കപ്പയുടെ ഇത് ഏകദേശം തിളയ്ക്കാനാവുമ്പോൾ ഞാൻ വെള്ളം മാറ്റും. എന്നിട്ട് പുതിയ വെള്ളത്തിൽ വയ്ക്കാം. മൂന്ന് മനസ്സിലായി. എല്ലാം മനസ്സിലായി. ഇതെല്ലാം കൂടി നന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സമയത്ത് തന്നെ കുറച്ച് പുളി വെള്ളം നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ, അതും കൂടി ഒഴിക്കും. മാങ്ങയിലൊരു ചെറിയ പുളി ഉണ്ടാവും. ചില മാങ്ങ ഭയങ്കര മധുരമുള്ള മാങ്ങയും ഉണ്ട് ഇതിനകത്ത്. അതിൻ്റെ മധുരവും പുളിയും പിന്നെ രസമാണല്ലോ, ചില പുളി രസം വേണം. എല്ലാം കൂടി കിടന്നിട്ട് മാങ്ങ നന്നായിട്ട് വേകട്ടെ, ഉടഞ്ഞൊക്കെ വരട്ടെ. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത്. യെസ്, നോക്കിയാൽ നമ്മുടെ മാമ്പഴം എല്ലാം ഉടഞ്ഞ് ഇങ്ങനെ ചാറൊക്കെ കട്ടിയായി. ഇനി ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം. ഇത് രസമാണ്. കൂടുവന്നമ്മ ഇത് രസമായതുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം വെള്ളം. മോളെ ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു. ഈ കഷ്ണമൊക്കെ നന്നായിട്ട് ആദ്യം ഒഴിച്ച വെള്ളത്തിൽ എല്ലാം ഉടഞ്ഞിങ്ങനെ കുറച്ച് ഉണ്ടല്ലോ, ചാറൊക്കെ നല്ല കൊഴുപ്പായിട്ട് വരും. ഇച്ചിരി ഉപ്പും കൂടി വേണം. ഇനി മധുരത്തിന് മാമ്പഴത്തിൻ്റെ മധുരമുണ്ട്, പുളിയുമുണ്ട്. അപ്പോൾ നമ്മൾ പുളിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ശർക്കര ഇട്ടാലും മതി, പഞ്ചസാര ഇട്ടാലും മതി. ഞാനിപ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാര, ഉപ്പ് ആവശ്യത്തിന് ചേർത്തു. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇതാണ് നമ്മുടെ മാമ്പഴം രസം. ഇനി ഇതിലേക്ക് ഒരു അല്പം കായപ്പൊടിയും കൂടി ചേർക്കാം. ഇതിൽ കുറച്ച് എരിവും പുളിയും മധുരവും എല്ലാം കൂടി ചേർന്ന് പറയുന്നത് എക്സലൻ്റ് ആണ്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി. എന്നിട്ട് ലാസ്റ്റാണ് നമ്മൾ താളിച്ചൊഴിക്കുന്നത്. മല്ലിയിലൊന്നും വേണ്ട, കറിവേപ്പില മതി. നല്ല മണം. കായപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ അടിപൊളി. നല്ലൊരു കളർ വരട്ടെ. കുരുമുളകിൻ്റെ എരിവും ചില പീസസൊക്കെ ഉടനെ നന്നായിട്ട് ചേർന്നിട്ടുണ്ട് അരപ്പിലേക്ക്. നല്ല അടിപൊളി മാങ്ങയായിരിക്കണം. അതായത് ആവശ്യത്തിന് മധുരമുള്ള മാങ്ങ, ചെറിയൊരു പുളിയും. അന്നേരമാണ് കറക്റ്റ് ആവുന്നത്. അപ്പോൾ പുളി നമ്മൾ ആവശ്യത്തിന് എക്സ്ട്രാ നമ്മൾ ഒഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മാമ്പഴത്തിന് മധുരം കൂടുതൽ നിൽക്കുന്നതിനാണ് നല്ലത്. എരിവൊക്കെ വരുമ്പോൾ എക്സലൻ്റ്, അടിപൊളി. ഒരു 5 മിനിറ്റ് തിളയ്ക്കട്ടെ. അത് കഴിഞ്ഞ് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് താളിക്കാം. നമ്മുടെ രസം നല്ല കൊഴുത്ത് വരുന്നു. ഇനി ഇച്ചിരി കൂടെ ചാറ് വേണമെങ്കിൽ അങ്ങനെ ആകാം. കുറച്ചുകൂടി തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കണം, അത്രേ ഉള്ളൂ. ഇനി ഞാൻ തീ ഓഫ് ചെയ്യുന്നു. കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1.5 ടേബിൾ സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ ആയാലും മതി. ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം കടുക്. ഇനിയുള്ള കാര്യങ്ങൾ: ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, കൊച്ചുള്ളി, ഒരു 4-5 കൊച്ചുള്ളി. ചെറുതാണെങ്കിൽ 4-5 എണ്ണം, വലുതാണെങ്കിൽ ഒരു 2 എണ്ണം മതി. ഉള്ളിയുടെയൊക്കെ നിറം മാറി തുടങ്ങി. ഇനി വറ്റൽമുളക്, കറിവേപ്പില, മൂളീസ് ഗാർഡൻ കറിവേപ്പില നോക്കട്ടെ. വെളിയിൽ പറിച്ചോട്ട് വന്നതുണ്ടായിരുന്നു ഫ്രഷ്. തീ ഓഫ് ചെയ്തു. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. നല്ല ചൂടാണ്. നേരെ കറിയിലേക്ക്. ആഹാ, എന്താ മണം! രക്ഷയില്ല. അങ്ങനെ നമ്മുടെ മാമ്പഴം രസം റെഡി.
ഇത് കൽച്ചട്ടി ആയതുകൊണ്ട് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകും, അതനുസരിച്ചിട്ട് ചാറ് വേണം. ഇത് കൽച്ചട്ടിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അല്ലാത്ത പാത്രമാണെങ്കിൽ നിങ്ങൾ എത്ര ഉണ്ടോ അത്രയും ഒഴിക്കുന്ന അത്രയും തന്നെ ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് കഴിച്ച് നോക്കും. എൻ്റെ അമ്മേ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. രണ്ടാമത്തെ വെള്ളത്തിലാണ്. ഇനി ഇത് വീണ്ടും ചട്ടിയിലേക്ക് മാറ്റാം. ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു വലിയ പച്ചമുളക്, പിന്നെ ഇച്ചിരി ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നമുക്കൊരു തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. തോരനെക്കാട്ടിലും ഇച്ചിരി കൂടെ അരയണം, കാര്യം ഇത് എരിശ്ശേരിക്കാണ്. ഇതാണ് നമ്മുടെ കപ്പ എരിശ്ശേരിയുടെ കൂട്ട്. ഓക്കെ, ഇച്ചിരി വെള്ളം ചേർത്ത് അരച്ചിട്ട് വരാം. ഇനി നമ്മൾ കപ്പയിലേക്ക് അരപ്പും, ഇനി ആ നമ്മുടെ കല്ല് കഴിക്കിയ വെള്ളമല്ല, നമ്മുടെ മിക്സിയുടെ ബൗള് കഴുകിയെടുക്കാം. നന്നായിട്ടൊന്ന് ഉടയ്ക്കാം. ഇതെല്ലാം കൂടി കിടന്നൊന്ന് മോളെ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ്, എരിശ്ശേരിയാണ്, ഉടഞ്ഞ് വരട്ടെ. കുറച്ച് നേരം എല്ലാം കൂടി കിടന്ന് തിളക്കട്ടെ. ഇച്ചിരി ഉപ്പ് ചേർക്കണം. ഉപ്പ് നമ്മൾ ചേർത്തില്ല ഇതുവരെ. ചൂടുവെള്ളം കൂടി ഒഴിക്കാം. ഒരു 1/2 കപ്പോളം അരപ്പും പിന്നെ അരപ്പിൻ്റെ കുറച്ച് വെള്ളം, അരപ്പിൻ്റെ കുറച്ച് വെള്ളം, പിന്നെ ഇപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം എക്സ്ട്രാ. ഇനി എല്ലാം കൂടി കിടന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് ഉടഞ്ഞ് വരട്ടെ. അരപ്പിൻ്റെയൊക്കെ പച്ച ചുവയൊക്കെ മാറണം. നല്ല വെന്ത് സെറ്റായിരുന്ന കപ്പയാണ്. ചൂടോടുകൂടി തന്നെ ചെയ്യണം. ഞാൻ ഇച്ചിരി ഡിലേഡായി എങ്കിലും കുഴപ്പമില്ല. ഇത് തിളച്ച് തുടങ്ങുമ്പോൾ ഉടയും. നമ്മുടെ എരിശ്ശേരി ഈസ് ഗെറ്റിംഗ് റെഡി. ഇത് നന്നായിട്ട് ഉടഞ്ഞ് നോക്കിയാൽ നല്ല പാൽക്കപ്പ പോലെ ഇരിക്കുന്നു അല്ലേ? വൈറ്റാണെങ്കിൽ അത് പാൽക്കപ്പ. പക്ഷേ പാൽക്കപ്പയിൽ നമ്മളിപ്പോൾ ചേർത്ത കാര്യങ്ങളൊന്നും ചേർക്കില്ല. ഇതിൽ ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് സത്യം പറഞ്ഞാൽ നമ്മുടെ മോളീസ് ഗാർഡനിൽ ആ പച്ചമുളകിന് നല്ല എരിവ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല എരിവുള്ള കാര്യമുളക് കേട്ടോ. ഒരെണ്ണം ഇട്ടപ്പോൾ തന്നെ ഇറ്റ്സ് വെരി സ്പൈസി. ഒന്നിൽ കൂടുതൽ ഇട്ടിരുന്നെങ്കിൽ അബദ്ധമായത്. നന്നായിട്ട് ഉടഞ്ഞ് മാവ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിടാം. ഇനി തീ ഓഫ് ചെയ്യട്ടെ. ഇനി കുറച്ച് വെളിച്ചെണ്ണ, എല്ലാം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഇന്നത്തെ പാചകം. നമ്മുടെ ഈ നാടൻ എല്ലാം തന്നെ വെളിച്ചെണ്ണ തന്നെ ഞാൻ ചെയ്യാറ്. ഇനി കടുകിട്ട് വറ്റൽമുളക്, കറിവേപ്പില, തേങ്ങ വറുത്തിടണം. അത് ശരിക്കും മസ്റ്റാണ് തേങ്ങ വറുത്തിട്ട്. കാരണം എണ്ണ ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ചേർക്കാം. പൊട്ടട്ടെ. വറ്റൽമുളക്, ലാവിഷ് കറിവേപ്പില, ഇതിലേക്ക് തേങ്ങ ചിരകിയതൊന്ന് ചേർക്കാം. ഇതൊക്കെ ഏകദേശം ഒരു എന്താ പറയുക 1/4 കപ്പിനെക്കാട്ടിലും കൂടുതലുണ്ട്. ഓൾമോസ്റ്റ് ഒരു 5 ടേബിൾ സ്പൂൺ ഉണ്ടെന്ന് പറയാം. തേങ്ങ കൂടുതലിട്ടാൽ കൂടുതൽ സ്വാദ്. നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകണം, വറുത്തിട്ട് ഇടാം. അങ്ങനെ നമ്മുടെ തേങ്ങ മൂത്ത് തുടങ്ങി ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കരിച്ചരിപ്പായിട്ട് മാറും. ഇത് പെട്ടെന്നാകും. കളറ് മാറി തുടങ്ങിയാൽ പിന്നെ ഫാസ്റ്റാണ്. ഇതാ മണം, രക്ഷയില്ലാത്ത മണം. തേങ്ങ വറുക്കുമ്പോൾ ഒരു മണം പറയണ്ട. കറക്റ്റ് പാകത്തിന് ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എന്തും മണം. അങ്ങനെ കപ്പ എരിശ്ശേരി റെഡി. സാധാരണ നമ്മൾ ചക്ക എരിശ്ശേരിയിൽ ഉണ്ടാക്കാറ്. കപ്പ എരിശ്ശേരിയും ഇതുപോലെ കപ്പ എരിശ്ശേരി ഈസ് ഓൾസോ ആസ് ഗുഡ് ആസ് ചക്ക എരിശ്ശേരി. ചക്കക്കുരുവൊക്കെ ഇട്ടാൽ കുറച്ചുകൂടി നന്നായില്ലേ. ചക്കക്കുരു ഉണ്ടായിരുന്നു, പക്ഷെ അത് ക്ലീൻ ചെയ്യാൻ ടൈം എടുക്കാതെ കാരണം ഞാൻ അത് ഇട്ടില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് കൂടി ഇട്ടോളൂ. പിന്നെയുണ്ട്, അടിപൊളിയല്ലേ. അങ്ങനെ നമ്മുടെ കപ്പ എരിശ്ശേരി ഈസ് ഓൾസോ റെഡി. ഓക്കെ. ഈ ചട്ടിയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇത് ടൈറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ വെള്ളം കൊടുക്കാം. ഇനി വെള്ളം ചേർക്കുകയാണെങ്കിൽ തിളച്ച വെള്ളം ചേർത്താൽ
ഞാൻ പറഞ്ഞില്ല എരിശ്ശേരി ഇരിക്കുന്ന തോറും കട്ടിയാകും. കാര്യം നമ്മൾ ചട്ടിയിൽ തന്നെ വെക്കുകയാണ്. കാരണം ഇച്ചിരി വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നത്. ഇത് ഇച്ചിരി ഉപ്പ് ചേർത്ത വെള്ളമാണ്, അല്ലെങ്കിൽ ഉപ്പിൻ്റെ അളവ് കുറഞ്ഞു പോകും. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നമ്മുടെ ആ ഒരു എരിശ്ശേരി പാകം കറക്റ്റായിട്ട് വേണം. യെസ്, കറക്റ്റ്, റെഡി. ചീരച്ചേമ്പും ഒന്നരിഞ്ഞ് റെഡിയാക്കി വയ്ക്കാം. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എല്ലാം വാടി കഴിയുമ്പോൾ ഒന്നും കാണില്ല, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മുടെ ചീരച്ചേമ്പ് അരിഞ്ഞ് കഴിഞ്ഞു. അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ തണ്ടും എല്ലാം ഞാൻ അരിഞ്ഞെടുത്തു കേട്ടോ. എല്ലാം ഇപ്പോൾ കാണുമ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, പാടി കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഒഴിക്കാനുള്ള കാര്യം കഴിഞ്ഞു. അതായത് നമ്മുടെ മാമ്പഴം കൊണ്ടുള്ള രസം ഉണ്ടാക്കി കഴിഞ്ഞു. കപ്പ എരിശ്ശേരി കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ അരയ്ക്കാനുള്ള സാധനങ്ങൾ ഞാൻ കല്ലിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അമ്മിക്കല്ലിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയല്ലോ. ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങ ആൻഡ് കുറച്ച് മഞ്ഞൾപ്പൊടി. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ചതച്ചെടുക്കട്ടെ. ഇതിപ്പോൾ ഏതാണ്ടൊരു എന്താ പറയുക, ഒരു 3/4 കപ്പോളം തേങ്ങ ചിരകിയതുകൊണ്ട്. കാര്യം ചീര കുറച്ച് കുറവല്ലേ, അപ്പോൾ അതനുസരിച്ച് ഇതൊരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ഒരു വലിയ അല്ലി വെളുത്തുള്ളി. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് തേങ്ങയിൽ ഈ കാര്യങ്ങൾ പ്ലസ് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ പച്ചമുളക്. ഇത് അത്യാവശ്യം നല്ല എരിവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഉള്ളതിൽ ഏറ്റവും ചെറുത് നോക്കിയെടുത്തു. ആഹാ, നല്ല എന്താ പറയുക ഇങ്ങനെ. ഓക്കെ, പിന്നെ കറിവേപ്പില എന്ന് പറയുമ്പോൾ പച്ച നിറം ഓൾറെഡി ഉണ്ട്. നമ്മുടെ ഇല കംപ്ലീറ്റ് പച്ചയാണ് എങ്കിലും കഴിക്കട്ടെ. ഇതാദ്യം ഒന്ന് നന്നായിട്ട് ചതയ്ക്കാം. ബാക്കി തേങ്ങ ജസ്റ്റ് ഒന്ന് വെക്കുക, ജസ്റ്റ് അതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്താൽ. തോരനാണത് കാരണം അങ്ങനെ ഒരുപാട് അരയണ്ട. ഓക്കെ, ഇങ്ങനെ നല്ല മിക്സി കല്ലിൽ നിന്നും മാറ്റി. പണ്ടത്തെ ആൾക്കാരൊക്കെ എല്ലാം അമ്മിക്കല്ലിൽ ചെയ്തു. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അമ്മിക്കല്ലൊക്കെ ചെയ്യുകയാണെങ്കിൽ കൈക്ക് നല്ല എക്സസൈസാണ്, വേറെ എക്സസൈസ് ആവശ്യമില്ല. ഇപ്പോൾ ഡമ്പലൊക്കെ പിടിച്ചാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്കല്ലേ അമ്മിക്കല്ല് ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ പറ്റുന്ന പോലെയൊക്കെ അമ്മിക്കല്ല് യൂസ് ചെയ്യാൻ നോക്കാറുണ്ട്. എല്ലാവരും ഇപ്പോൾ മിക്സിയിൽ എളുപ്പത്തിനല്ലേ ചെയ്യുന്നത്. അപ്പോൾ തേങ്ങ അരപ്പ് റെഡി തോരൻ്റെ. അപ്പോൾ തോരൻ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കുന്നു എന്ന് അതിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ താളിക്കും. കടുക്, വറ്റൽമുളക് എല്ലാം കൂടി ഇട്ട് താളിച്ചിട്ട്, കറിവേപ്പില ഇനി സെപ്പറേറ്റ് ഇടണ്ട കാരണം അരപ്പിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഇല അതിനകത്തേക്കിട്ട് ഒന്ന് വാട്ടിയിട്ട് അരപ്പോട് കൂടി തന്നെ ഒന്ന് അടച്ചിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേവിക്കാം. എന്നിട്ട് ഇളക്കിയെടുക്കാം, എളുപ്പമാണ്. കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ എണ്ണ നല്ല ചൂടായി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് തുടങ്ങി. ഇനി വറ്റൽമുളക്. ഇനി കുറച്ച് ഉള്ളി ചേർക്കുന്നു, കാരണം നമ്മുടെ ഇല കുറച്ച് കുറവാണ്, അരപ്പ് ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഇതൊരു സ്വാദുമാണ് സവാളയും കൂടി ചേർത്താൽ. ഉള്ളി ഒന്ന് ചെറുതായി ഒന്ന് വാടട്ടെ, അത്ര മതി. ഇനി ഇതിലേക്ക് ഇല, അതിൻ്റെ തണ്ടോടുകൂടി നല്ല പൊടുതേ ഇവിടെ ചുമച്ച് എൻ്റെ കയ്യിലിരിക്കുന്നു. ഇതിൻ്റെ ഒരു പുക ഭയങ്കരമായിട്ട് ചുമ വരും താളിക്കുമ്പോഴേ, ചട്ടിയിലായതുകൊണ്ട്. ഓ മോനെ പൊട്ട പോണില്ല കുട്ടൂസ്. ഇനി ഇതിനകത്ത് അരപ്പും കൂടി ചേർത്തിട്ട്, ഇതിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് കുക്കിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ചുമച്ച് കഷ്ടപ്പെട്ട് വിളിക്കും. കുറച്ച് ഉപ്പ്, പാത്രം ഒന്ന് അടച്ചിട്ടിട്ട് തീ കുറച്ച് വേവിക്കാം, പെട്ടെന്നാകും.
അടപ്പ് തുറന്ന് നോക്കട്ടെ. ആഹാ, ആയി കഴിഞ്ഞു സംഭവം. അടിച്ചു പിടിക്കുന്നു. അത്ര പെട്ടെന്ന്. ഞാൻ ചെറിയ തീയിലാട്ടോ വെച്ചത്. എങ്കിലും അരപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെറ്റ്. ഇതൊന്ന് വാടിയാൽ മതിയല്ലോ, ചീര പോലെ തന്നെയല്ലേ. ഇല കുറച്ച് കുറവാണ്, എങ്കിലും അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തണ്ടുണ്ട് ആവശ്യത്തിന്, ഉള്ളിയുണ്ട്, തേങ്ങ. ഇത് താളിക്കുമ്പോൾ വേണമെങ്കിൽ അരി, ഉഴുന്ന് പരിപ്പ് അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഇട്ട് വേണമെങ്കിൽ താളിക്കും. അങ്ങനെ നമ്മുടെ ചേമ്പിൻ ചീര തോരൻ ഈസ് റെഡി. അടുപ്പിൽ നിന്നും മാറ്റുന്നു. സെക്കൻഡ്സ് എല്ലാം കൂടെ 5-10 മിനിറ്റ് പോലും എടുത്തില്ല. ആക്ച്വലി ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, 3 പ്രധാന കാര്യങ്ങളുണ്ടാക്കി. പക്ഷേ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. നമ്മൾ പിന്നെന്താ പറയുക, കാട്ടാക്കട ചന്തയിൽ നിന്ന് വാങ്ങിച്ച തെരച്ചി മീനുണ്ടല്ലോ, തെരണ്ടി എന്ന് ചില സ്ഥലങ്ങളിൽ പറയും. തെരച്ചി റേ ഫിഷാണ്. അതിൻ്റെ വാലറിയാലോ, റേ ഫിഷിൻ്റെ തെരണ്ടി വാല കൊണ്ട് അടിച്ചാൽ തീർന്നു, സ്കിന്ന് വരെ ഇളകി പോകും. ഇറ്റ്സ് വെരി പോയിസണസ്. പിന്നെ റേ ഫിഷിൻ്റെ സ്റ്റിങ് കൊണ്ട് ആൾക്കാർ മരിച്ചിട്ടുണ്ടല്ലോ. ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഒരാൾ മരിച്ചിട്ടുണ്ട്. അപ്പം അത്രയും ഡേഞ്ചറസ് ആണ് വലിയ റേ ഫിഷൊക്കെ കടലിലുള്ളത്. നമ്മളൊരു ചെറിയ റേ ഫിഷിൻ്റെ ഒരു 2 പീസാണ് മേടിച്ചത്. അത് 200 രൂപ എന്തോ കൊടുത്താൽ മേടിച്ചത്. ഭയങ്കര ഫ്രഷ്യസ് ആണ്. അത് അനുകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രസവിച്ച് നടക്കുന്ന കുട്ടികൾ, പെൺകുട്ടികൾക്ക്, ലേഡീസിനും എല്ലാം ഇത് കൊടുക്കും, തെരച്ചി തീയൽ പോലെ വറുത്തരച്ച്. അത് ഒരുപാട് മുലപ്പാലുണ്ടാകാൻ സഹായിക്കുന്ന പറയുന്നത്. അപ്പം നല്ല ഔഷധ ഗുണമുള്ളതാണ്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ അതൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുള്ളൊക്കെ വേറെ സ്റ്റൈലാണ്. തെരച്ചി, ഓക്കെ, തെരണ്ടി എന്നും പറയും. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് വറുത്തരച്ച് തന്നെ ചെയ്യാൻ പോകുന്നു. അപ്പോൾ തേങ്ങ വറുക്കണം, കുറച്ച് കാര്യങ്ങളുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്ത് അതിൻ്റെ കളർ പോലും മാറിയപ്പോൾ വെളുപ്പിച്ചെടുത്തിരിക്കുക. അതായത് വൃത്തിയാക്കലിൻ്റെ കൂടുതലാണ്. ഇപ്പോൾ ഒരു 1.5 കപ്പ് തേങ്ങ ചെറിയതുണ്ട്. അതിനകത്തേക്ക് ഒരു 2-3 കൊച്ചുള്ളിയും കൂടി ഞാൻ വട്ടത്തിന് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഒരു 3 കൊച്ചുള്ളി എന്ന് പറയാം, ഇച്ചിരി വലിപ്പമുള്ള 3 കൊച്ചുള്ളി. അത് കൂടാണ്ട്, അതാണ് ആദ്യം വറുക്കാൻ പോകുന്നത്. അതിനകത്തേക്ക് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി മുതലായ കാര്യങ്ങൾ ചേർക്കും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം കുരുമുളക് ധാരാളമായിട്ട് ചേർക്കണം. ഗ്യാസ് ഒന്നും വരാണ്ടിരിക്കാനായിട്ട് കുരുമുളക് ഇമ്പോർട്ടൻ്റ് ആണ്. കുരുമുളക് ഈ ഒരു തെരച്ചി കറി ഉണ്ടാക്കുമ്പോൾ എന്ത് രീതിയിൽ തെരച്ച് വെച്ചാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ തീയൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തിടാനായിട്ട് കുറച്ച് കൊച്ചുള്ളി, ഒരു 10-15 കൊച്ചുള്ളി 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക്, നമ്മുടെ മോളീസ് കടലിൽ വെറുതെ ഇരിക്കട്ടെ ഒരു സന്തോഷത്തിന്. ആദ്യത്തെ കുറച്ച് നേരം നമ്മൾ ഡ്രൈ ഫ്രൈ ആണ് ചെയ്യേണ്ടത്. എണ്ണയൊന്നും ഒഴിക്കണ്ട. തേങ്ങ ഒന്ന് ഡ്രൈ ആകുന്നവരെ. ഞാൻ പറഞ്ഞല്ലോ ഒരു 3 കൊച്ചുള്ളി ഉണ്ട് ഇതിനകത്ത് വട്ടത്തിന് അരിഞ്ഞത്. നല്ലതായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി കുറച്ചൊന്ന് കളർ മാറാൻ തുടങ്ങുന്ന സമയത്താണ് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല ഡാർക്കായിട്ട് മുരിച്ച് വറുക്കും. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ മുളക് പൊടി ചേർക്കണം. ഇതിനൊരു എരിവുണ്ടാകും. പിന്നെ നോക്കിയേ, തേങ്ങയുടെയൊക്കെ നിറം ചെറുതായി മാറുന്നു. ഒരു നന്നായിട്ട് ഡ്രൈ ആയി ഒരു ചെറിയൊരു ബ്രൗൺ കളറ് വന്നു തുടങ്ങി. ഈ ഒരു സമയത്ത് നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ, ഓക്കെ, 1-1.5 ടീസ്പൂൺ വരെ ആകാം വെളിച്ചെണ്ണ. കൈയെടുക്കാണ്ട് ഇളക്കണം. അതായത് ഈവനായിട്ട് ഫ്രൈ ആകണം എല്ലാ ഭാഗത്തും. തേങ്ങ ചിരകുമ്പോൾ അൺഈവൻ പീസസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒരടി അടിച്ചിട്ട് ചെയ്താൽ കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈവനായിട്ട് ഒരുപോലെ മൂപ്പിച്ചെടുക്കാൻ സാധിക്കും. അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തില്ല. കാര്യം ഇത് അത്യാവശ്യം ചെറിയ ഇത് ഒരുപോലെയൊക്കെ വന്നിട്ടുണ്ട് ചെറിയപ്പോൾ തന്നെ. ഏതാണ്ട് ഡാർക്കായില്ലേ? ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഈ ചൂട് മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അമ്മ ചെയ്യുന്ന നോക്കിക്കോളൂ, മോള് നോക്കിക്കോളൂ. കുരുമുളക് ഉള്ളതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ നിറച്ച മുളക് പൊടി ചേർത്തു. തീ ഇപ്പം നല്ല ചൂട് കിടക്കുക കേട്ടോ. ഇനി മല്ലിപ്പൊടി കൂടി ചേർക്കും. മല്ലിപ്പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർക്കും. അനുകുട്ടി മോള് ഇവിടെ ഉണ്ട്. അനുകുട്ടിയുടെ ഇഷ്ട വിഭവമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, തെരച്ചി. എല്ലാ കാര്യങ്ങളും ആയിക്കഴിഞ്ഞു. ഇനി ഇത് ഒരല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട്, പാകത്തിന് മൂത്ത് കഴിഞ്ഞിട്ട്, ഇത് ഇപ്പം തന്നെ ചട്ടിയിൽ നിന്ന് മാറ്റണം. എന്നിട്ട് ഇത് ഒന്ന് തണുക്കാൻ വെച്ചിട്ട് ഒരുവിധം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക്
വെള്ളം തൊടാതെ അരയ്ക്കാന്നൊക്കെ പറയില്ല, അതുപോലെ ചെയ്താൽ നല്ലത്. അധികം വെള്ളം ഇല്ലാണ്ട് പൊടിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ചട്ടിയിൽ തന്നെ വെച്ചിരുന്നാൽ ഓവറായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഒന്ന് തണുത്തോട്ടെ, എന്നിട്ട് അരച്ചെടുക്കുക. ഇത് പിന്നെ ഫസ്റ്റ് റൗണ്ട് വെള്ളമില്ലാണ്ട് പൊടിച്ചപ്പോൾ നീ നോക്കിയാൽ എങ്ങനെ വരുന്നതാണ്. നമ്മുടെ ചമ്മന്തിപ്പൊടിയില്ലേ അതേപോലെയൊക്കെ വരും. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന കുഴഞ്ഞു തുടങ്ങി. അത് ആ തേങ്ങയുടെ എണ്ണയാണ്. ഈ ഒരു പാകത്തിന് കിട്ടും. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കല്ലിലൊക്കെ വെച്ച് അരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ അരച്ച് ആ എണ്ണയിൽ തന്നെയാണ് അരച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിതിൽ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. എന്തായാലും എണ്ണ കിട്ടും. കറി റെഡിയായി വരുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഏകദേശം അരക്കപ്പ് ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കുന്നു. വീണ്ടും ഞാൻ അല്പസമയം കൂടി അരയ്ക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് മഷി പോലെ അരക്കും. ഓക്കെ, ഇനിയിപ്പോൾ ചട്ടി അടുപ്പിലേക്ക് വെച്ചു. ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് വലിപ്പം കൂടുതലാണ് ഈ ചട്ടി, എന്നാലും വിചാരിച്ച് ഇതിൽ വയ്ക്കാം. കാര്യം ബാക്കി ചട്ടിയല്ല ഒന്നും ഫ്രീ അല്ല. പിന്നെ അടുപ്പ് കത്തിച്ചിട്ടില്ല, അല്ലാണ്ട് നമ്മൾ മീനിൻ്റെ പീസസ് ഇടുന്നു. അതിനോടൊപ്പം കൊച്ചുള്ളി, ഒരു 15 കൊച്ചുള്ളി 2ആയിട്ട് മുറിച്ചിടാം. ഒരു പച്ചമുളക്. ഇനി നമ്മുടെ അരപ്പ്. അരപ്പെടുത്തിട്ട് ഇനി ഞാൻ ഏതാണ്ട് 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത്. ഇനി വീണ്ടും 1 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുന്നു. ഇതിലേക്ക് ഇതിപ്പോൾ ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ ഇച്ചിരി പുളി വെള്ളത്തിൽ കുതിരാൻ വെച്ചു. അതിൽ നിന്ന് കുറച്ച് പുളിവെള്ളം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, എന്നിട്ട് കറിവേപ്പില വീണ്ടും ചേർക്കാം. ഇത് ഫസ്റ്റ് റൗണ്ട്. ഓക്കെ, ഇനി അടുപ്പ് കത്തിച്ചിട്ട് തിള വന്നിട്ട് തീ കുറയ്ക്കും. എന്തുവാണേ എടുക്കും. തിരച്ചി മീൻ തീയല്ല. എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നോക്കൂ, സെറ്റ്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് താളിച്ചിടാം, അല്ലെങ്കിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കറിവേപ്പിലെല്ലാം കൂടി ഇട്ടാലും മതി. ഓൾറെഡി ഇങ്ങനെ വെളിച്ചെണ്ണ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് ആ തേങ്ങ എന്നൊക്കെ വന്നത്. ഇനി കുറച്ച് ഫ്രഷ് കറിവേപ്പില, ഒരു നുള്ളു ഉലുവാപ്പൊടി, ഇച്ചിരി ഉലുവാപ്പൊടി പേരിന് വേണ്ടി മതി. നമ്മുടെ മോളീസ് ഗാർഡൻ കറിവേപ്പില ഇതൊക്കെ മതി. ആ ഉലുവാപ്പൊടി ഇട്ടു. എൻ്റെ അമ്മോ, അടിപൊളി. എന്താ ടേസ്റ്റ്, രക്ഷയില്ലാത്ത ടേസ്റ്റ്. ആ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ആവശ്യത്തിന് എരിവ് എല്ലാം കറക്റ്റ് പാകമായിട്ട് തന്നെ ആയിരുന്നു. ചെറിയ തേയിലൊരു 2-3 മിനിറ്റ് കൂടി ഇട്ടാൽ വീണ്ടും എണ്ണ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. റെഡി, എല്ലാം കഴിക്കും മതി. അങ്ങനെ തിരച്ച് വറുത്തരച്ച തീയൽ സെറ്റ്. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോകണു. ചെറിയ തീയിലാണ്, എണ്ണ തെളിഞ്ഞോളും. എന്ത് മണം അറിയോ, രക്ഷയില്ല. ഞാൻ ഇത് അടുപ്പിൽ വെച്ച് ചെറിയ തീയിലിട്ടിട്ട് ഫ്രണ്ടിൽ പോയിരുന്നു. ഞാൻ പുടുമോളും അനുകുട്ടിയായിട്ട് സംസാരിച്ചുകൊണ്ട് അവിടെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ മണം അവിടെ വരെ എത്തി കേട്ടോ. ചെറിയ തീയിൽ ആ തിരച്ചിയും കൂടി ചേർന്ന് വരുമ്പോൾ ഉള്ളൊരു ഇതിപ്പോൾ ഞാൻ ഉലുവാപ്പൊടി ഇട്ടപ്പോൾ വേറൊരു മണം കൂടി അവസാനത്ത് ആ ഒരു രക്ഷയില്ല. ഈ തിരച്ചി ചേർക്കുമ്പോൾ സാധാരണ ഒരു തീയലല്ലോ, ആ തിരച്ചിയുടെ ഒരു ഫ്ലേവർ കൂടെ ഇറങ്ങിയിട്ട് ഗംഭീരമാണ്, അടിപൊളി. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ കഴിക്കുന്ന മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.
യെസ്, ഇനി ഇതും കൂടി അങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഇത് വലിയ ചട്ടിയാണ്, ഇത്രയും വലുതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. ഇന്ന് അനുക്കുട്ടിയായിരിക്കും ടേസ്റ്റ്, ബിക്കോസ് ഇത് അനുക്കുട്ടിയുടെ ഫേവറേറ്റാണ്. അങ്ങനെ റൈസ് ഇസ് റെഡി. സോന മസൂരി റൈസ്, വൈറ്റ് റൈസ്, അതും അനുക്കുട്ടിയുടെ ഫേവറേറ്റ്. ഇന്നെല്ലാം അനുക്കുട്ടി സ്പെഷ്യലാണ് കേട്ടോ. തിരച്ചിക്കറി, ഇത് കറിയല്ല, ഇത് തീയൽ, തിരച്ചിക്കറി. ഓക്കെ, തീയൽ. നമ്മുടെ കപ്പ, മരിച്ചീനി, എരിശ്ശേരി, ചേമ്പ് ചീരയുടെ തോരൻ ആൻഡ് മാമ്പഴം രസം. എല്ലാം വെറൈറ്റി ആയിക്കോട്ടെ. പുടുവിൻ്റെ ചോറും പപ്പടം. അയ്യോ ചൊക്കെ പാവം ദുഃഖത്തിരിക്കുന്നു. മോൻ കഴിച്ചോളൂ. അമ്മയ്ക്ക് തരുന്നോ? അയ്യോടോ, അമ്മയെ പറ്റിച്ചേ. അമ്മയ്ക്ക് വേറെ ചോറ് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു ഇന്ന് അനുക്കുട്ടിയാണ് ഇന്നത്തെ ടേസ്റ്റ്. യെസ്. ഓ മോനെ തരുന്നുണ്ടല്ലോ, മോനെ എടുത്തല്ലോ. അനുവിൻ്റെ ഫിഷ്. വാ, പണ്ട് ഇവൻ വയറ്റിൽ കിടന്നപ്പോൾ അനുവിൻ്റെ ക്രേവിങ് എന്തായിരുന്നു? ബിരിയാണി, മട്ടൻ ബിരിയാണി. അത് ഡെലിവറി കഴിഞ്ഞിട്ട് ഇത് തിരച്ചി ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനം കൊടുക്കും നോക്കുവനെ. മോന് വേണോ? അത് തന്നെ റേ ഫിഷ്. യെസ്, ഫീസസ് തരാൻ കുറച്ചുകൂടി ഇഷ്ടം പോലെ തിരച്ചി. ഇത് അനുവിനാണ് ഇഷ്ടം. എനിക്ക് സത്യം പറഞ്ഞാൽ തിരച്ചി അത്ര ഇഷ്ടമല്ല. ഇത് അനുവിന് വേണ്ടി മാത്രമാണ് സ്പെഷ്യൽ. എങ്ങനെയുണ്ട്? ശരിയായോ? യു ലൈക്ക് ഇറ്റ്? തോരൻ, നമ്മുടെ സ്വന്തം ഗാർഡൻ തോരൻ, വെജിറ്റബിൾസ്. അതും കഴിക്കണം. കപ്പ അനുവിൻ്റെ ഫേവറേറ്റ് അല്ല എങ്കിലും കുറച്ചാവാം അല്ലേ? എരിശ്ശേരി. ഞാൻ പറഞ്ഞില്ല ഇതെന്ന് കുറുകുന്നു, ചട്ടിയുടെ ചൂട് കൊണ്ട് കുറുകിയതാ. ഇനി മാമ്പഴം. അത് പക്ഷേ മാമ്പഴം രസമാണേ. അനുവിന് രസം ഭയങ്കര ഇഷ്ടമാണല്ലോ. ഈ വലുത് തരട്ടെ? ഓക്കെ. മാമ്പഴ രസം. ഓ പിന്നെ മോന് വേണോ? ഇഷ്ടപ്പെട്ടോ? അയ്യോ, കൊടുത്ത് ചാടിക്കളയരുത്. മോനേരാ, അമ്മ തരുന്നു. കഴിച്ചേ. വേണ്ട, ഓക്കെ, കുഴപ്പമില്ല. കഴിക്കാൻ ഇവിടെ ആളുണ്ട്. തിരച്ചി പീസ്. ഓ അമ്മ വരാം. എന്താ വേണ്ടേ കുഞ്ഞിന്? What do you want? മോനെന്താ കഴിക്കാൻ പോണേ? വേണ്ട കുഞ്ഞിന് പപ്പടം. അനുവിന് ഞാൻ കഴിക്കാൻ അനുവിന് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോന മസൂരി റൈസ്, പിന്നെന്താ മീൻ. അതാണ് ഏറ്റവും നോക്കുന്നില്ല. ഇപ്പോൾ എക്സസൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. പുഴുവിൻ്റെ ചോറ് ഗംഭീരല്ലേ? എന്താ പറയുക, രസം, മധുരം, എരിവ്, പുളി മിക്സ്. എനിക്ക് തോന്നുന്നു മാമ്പഴ പുളിശ്ശേരിയെക്കാട്ടിലും ഗംഭീരമായിട്ടുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? നമ്മളെപ്പോഴും കഴിക്കുന്നില്ലേ മാമ്പഴ പുളിശ്ശേരി? ഒരു ചേഞ്ച് ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ സന്തോഷമായി, അനു ഹാപ്പി, ഞാനും ഹാപ്പി, പുടുമോളും ഹാപ്പി. ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് ഇങ്ങോട്ട്. കം പപ്പടം കഴിച്ചിട്ട് മുഖം കാണിച്ച് നടക്കാം. എനിവേ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട്
ഫീഡ്ബാക്ക് തരണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു ഓൾ. മോളെ ഇവിടെ വരൂ. ബായ്. ഇങ്ങനെ ബായ് പറയാ. ബായ് പറയും. ബായ്. ഇപ്പോൾ ബായ് എന്നൊക്കെ പറയും. ബായ് എന്ന് പറയും.